ദേ ഈ ഒരുങ്ങി പോകുന്ന വേറെ എങ്ങോട്ടും അല്ല കേട്ടോ. എൻ്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ചൊരു കൊച്ചിൻ്റെ കല്യാണം. അതിന് വേണ്ടിയിട്ടാണേ. പോകുന്ന വഴിക്ക് വഴി വെച്ച് ഐശ്വര്യമായിട്ട് എപ്പോഴും കാണുന്ന മയിലിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് പോവുകയാണെങ്കിലും അണിഞ്ഞൊരുങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു ഫോർമൽ ഡ്രസ്സായിട്ടോ ഇട്ടെ. അങ്ങനെ നേരെ നടന്ന് റോഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സ് എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ നേരെ വണ്ടി കയറിയിട്ട് വേറൊരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അവളുടെ കയ്യിലായിരുന്നു കേട്ടോ ഗിഫ്റ്റൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി കയറിയിട്ട് കല്യാണം നടക്കുന്ന സ്ഥലത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഒരു അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം. അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് മുഹൂർത്തത്തിനൊക്കെ സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ വേറെയും കുറേ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു നിന്ന്. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് നിന്നുകൊണ്ട് തന്നെ കല്യാണമൊന്നും നന്നായിട്ട് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അവൾക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പൊതിയൊക്കെ വെച്ചിട്ട് നേരെ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ അമ്പലത്തിൻ്റെ അവിടെ തന്നെ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു, ഒരു പാലമൊക്കെ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ പോയി കുറേ ഫോട്ടോയൊക്കെ എടുത്ത് ചുമ്മാ അതുവഴി നടക്കുകയൊക്കെ ചെയ്ത്. അപ്പോഴത്തേക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3ാമത്തെ പന്തിയിൽ എന്തോ കേട്ടോ ഇരുന്നേ. പിന്നെ ഇവരൊക്കെ ഓരോന്നൊക്കെ പറയുന്നതായിട്ട് നന്നായിട്ട് ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേരം പെട്ടെന്ന് പ്ലാനൊന്ന് മാറ്റിയിട്ട് ജസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ വട്ടത്തിലാറെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. നേരെ അങ്ങോട്ട് പോയി. നല്ല വ്യൂ ഉള്ളൊരു സ്ഥലം കേട്ടോ. അങ്ങനെ അവിടെ പോയി കുറേ നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ.